ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയപ്പെടുന്ന പാർലമെന്റിൽ ഇപ്പോൾ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരുള്ള അവിശ്വാസ പ്രമേയം നടക്കുകയാണ്. എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനൊരു അവിശ്വാസ പ്രമേയം സ്പീക്കറിനെതിരെ കൊണ്ടുവന്നത്? ഇത് വെറും രാഷ്ട്രീയ നീക്കമാണോ? അല്ല എന്നാണ് കണക്കുകളും ഡാറ്റകളും എല്ലാം പറയുന്നത്. ഓം ബിർള സ്പീക്കർ ആയതിനു ശേഷം നടന്ന സസ്പെൻഷനുകളുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയവുമായി രംഗത്തെത്തിയതെന്ന്. 2004 മുതൽ 2026 വരെയുള്ള കാലയളവ് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. പാർലമെന്റിൽ നിന്ന് എംപിമാരെ പുറത്താക്കുന്നത് ഇപ്പോൾ ഒരു പതിവായി മാറിയിരിക്കുന്നു. സോംനാഥ് ചാറ്റർജി 2004 മുതൽ 2009 വരെ അദ്ദേഹം സ്പീക്കർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം പുറത്താക്കിയത് വെറും 5 എംപിമാരാണ്. ഇതെല്ലാം തന്നെ അഴിമതി കേസിൽ ഉൾപ്പെട്ട എംപിമാരെ മാത്രമായിരുന്നു. മീര കുമാർ 2009 മുതൽ 2014 വരെ തെലങ്കാന വിഭജനവുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിൽ 45 സസ്പെൻഷനുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അതും കൂടുതൽ തന്റെ പാർട്ടിക്കാരായിരുന്നു സസ്പെൻഡ് ചെയ്തത്. 2014 മുതൽ 2019 വരെ സുമിത്ര മഹാജൻ 73 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇവിടെ സസ്പെൻഷന്റെ കണക്ക് ഉയരുകയാണ്. പക്ഷേ ഓം ബിർള സ്പീക്കറായി എത്തിയ 2019 മുതൽ 2024 വരെ സസ്പെൻഡ് ചെയ്തത് 112 എംപിമാരെയാണ്. ശതമാനം നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 2000% സസ്പെൻഷനുകൾ കൂടുതലാണെന്ന് പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും നിർണായകമായത് 2023 ഡിസംബറിലെ ശീതകാല സമ്മേളനമാണ്. പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന് ലഭിച്ച മറുപടി എന്തായിരുന്നു? ഒറ്റയാഴ്ചയ്ക്കുള്ളിൽ 100 പ്രതിപക്ഷ എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഒരു കൂട്ട നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സസ്പെൻഷന്റെ 40% നടന്നിരിക്കുന്നത് ഓം ബിർളയുടെ കാലയളവിലാണ്. പാർലമെന്റിന്റെ സുരക്ഷയ്ക്കായി നിയമിച്ചിട്ടുള്ള 374A എന്ന നിയമം ചൂണ്ടിക്കാട്ടിയാണ് ഈ സസ്പെൻഷനുകളെല്ലാം നടത്തിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം സസ്പെൻഡ് ചെയ്യപ്പെടുന്നവർ ആരൊക്കെ എന്നതാണ്. മുൻപ് ഭരണപക്ഷത്തുള്ളവരെ പോലും സസ്പെൻഡ് ചെയ്ത ചരിത്രമുണ്ടെങ്കിൽ ഓം ബിർളയുടെ കാലത്ത് നടപടി നേരിട്ടവരെല്ലാം തന്നെ പ്രതിപക്ഷ നിരയിലുള്ളവരാണ്. കോൺഗ്രസ്, DMK, തൃണമൂൽ, ഇടതുപക്ഷം ഇങ്ങനെ തുടങ്ങി സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവരെ സഭയ്ക്ക് പുറത്ത് നിർത്താനാണ് ഈ അധികാരം ഉപയോഗിക്കുന്നതെന്ന വിമർശനം ശക്തമാണ്. ചർച്ചകൾ നടക്കേണ്ട സഭയിൽ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നത് ജനാധിപത്യത്തിന് ഗുണകരമാണോ എന്ന ചോദ്യമാണ് രാജ്യം ചോദിക്കുന്നത്. സ്പീക്കർ ഒരു നിഷ്പക്ഷനായിരിക്കണം. എന്നാൽ ഡാറ്റകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഓം ബിർളയുടെ കാലയളവിൽ അത് അങ്ങനെയല്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. പ്രതിപക്ഷത്തിനെ അടിച്ചമർത്തലാണോ സ്പീക്കറിന്റെ ജോലി എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്.